ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. കോമഡിയൊന്നുമല്ല, ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പം ഞാനൊരു മാരേജ് ബ്യൂറോ തുടങ്ങിയിട്ടുണ്ടല്ലോ. നിങ്ങളെല്ലാവരും അതിൽ സപ്പോർട്ട് ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നന്നായിട്ട് അത് വിജയിക്കണം. ഒറ്റയടിക്ക് തന്നെ ആയിരക്കണക്കിന് ആലോചനയാണ് എൻ്റെ എനിക്ക് വന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് മാച്ചിനെ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അടുത്ത ദിവസം തന്നെ അതെല്ലാവർക്കും ഞാൻ ഫോർവേഡ് ചെയ്ത് കൊടുക്കും. എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ടല്ലോ, കുറേ ഞാനിപ്പോൾ കണ്ടൊരു കാര്യമാണ്. നമ്മുടെ പണ്ടത്തെ വിവാഹ സങ്കല്പങ്ങളിൽ ഒരേപോലെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന കുറേ മാതാപിതാക്കളുണ്ട്. അത് ഇന്നൊന്ന് മാറണമെന്നാണ്. ഒരു വിവാഹ ആലോചനയായിട്ട് വരുമ്പം അച്ഛൻ്റെയും അമ്മയുടെയും താല്പര്യമായിട്ടാണ് വരുന്നത്. ഒരിക്കലും ഇപ്പോൾ ഞാൻ കണ്ടുവരുന്നൊരു ജനറേഷൻ്റെ മുമ്പിൽ നിങ്ങളുടെ താല്പര്യമല്ല മുഖ്യം. നിങ്ങളുടെ മകൻ്റെയോ മകളുടെയോ താല്പര്യത്തിന് മുൻതൂക്കം കൊടുത്താലേ നിങ്ങൾക്ക് വിവാഹം നടക്കത്തുള്ളൂ. നിങ്ങൾക്കറിയാം, ഇപ്പം തന്നെ എനിക്ക് വന്നിരിക്കുന്നത് 35, 45, 50 വയസ്സിനിടെയുള്ള ഇഷ്ടംപോലെ പേര് കല്യാണം കഴിക്കാൻ നിൽക്കുന്നവരുടെ ആലോചന എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഒരു യൂട്യൂബർ ഇതുപോലെ ഇങ്ങനൊരു ഇങ്ങനൊരു കാര്യം കൈകാര്യം ചെയ്ത് നിൽക്കുന്ന ഇത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഒരു ജീവിത എക്സ്പീരിയൻസ് വെച്ചും ഞാൻ ഇത്രയും മനുഷ്യരായിട്ട് സഹവസിക്കുന്നത് വെച്ചും അതായത് പഴയ കാലവും ന്യൂ ജനറേഷനും കൂടെ മിക്സ് ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ടും എൻ്റെ അറിവ് വെച്ച് പറയുകയാണ്, നമ്മൾ നമ്മുടെ ആ സങ്കല്പത്തിൽ നിന്നൊന്ന്, ആ പണ്ടത്തെ മുറുകി പിടിച്ചിരിക്കുന്ന ആ ഒരു മാമൂലികളിൽ നിന്നൊക്കെ നമ്മളൊന്ന് വിട്ട് അയഞ്ഞു നിന്നില്ലെങ്കിൽ നമ്മുടെ മക്കൾ കല്യാണം കഴിക്കത്തില്ല. ഇത്രയും 40, 45, 50 വയസ്സായവരും മാതാപിതാക്കൾ കയറി ഞങ്ങൾക്ക് ഇങ്ങനത്തെ മരുമോളെ വേണം, ഞങ്ങൾക്ക് ഇങ്ങനത്തെ വേണം. അങ്ങനെയല്ല, നിങ്ങളതിൽ നിന്ന് മാറും. നിങ്ങളുടെ മകനെ വിവാഹം ചെയ്ത് അവന് മനസ്സിനിണങ്ങിയ അനുയോജ്യമായ ഒരു പെണ്ണിനെ വേണമെന്ന് പറ. ആ പെണ്ണിനും അത് സ്വീകാര്യമായിരിക്കണമല്ലോ. അങ്ങനെ രണ്ട് വ്യക്തികൾ തമ്മിൽ കൂടിച്ചേരാൻ വേണ്ടി നിങ്ങൾ അങ്ങനെയൊന്ന് അനുവദിക്കൂ. അതല്ലാതെ നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം, എൻ്റെ അച്ഛൻ അതായിരുന്നു, എൻ്റെ കുടുംബം ഇന്നതായിരുന്നു, ഞങ്ങൾക്ക് അതേ കുടുംബ പശ്ചാത്തലമുള്ളവരെ വേണം എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ മക്കളുടെ പ്രായം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പെൺപിള്ളേരില്ല, 100 ആണിന് 25 പെണ്ണേ ഉള്ളൂ. നിങ്ങൾക്കറിയാവാ, 1500ഓളം ആലോചന ഇപ്പം എനിക്ക് വന്നിട്ടുണ്ട്. അതിൽ 500 പെണ്ണേ ഉള്ളൂ. പെൺപിള്ളേർ കല്യാണം ചെയ്യാൻ സമ്മതം ആകുന്നില്ല. അഥവാ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ സെറ്റ് ചെയ്ത് പ്രേമിച്ച് പോവുകയാണ്. എന്നിട്ടും അത് 99% എനിക്ക് വഴിവിരിക്കുകയാണ്. സക്സസ് ആയിട്ട് പോകുന്നുമില്ല. ഇതെന്തുകൊണ്ടാണ്? മാതാപിതാക്കളെ ഞാനുൾപ്പെടെയുള്ള മാതാപിതാക്കൾ മക്കളുടെ ജീവിതത്തിൽ അനാവശ്യമായി കയറി കളിക്കരുത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഞാനിപ്പോൾ ഇല്ലേ, ഒരുപാട് കുറേ ആൺപിള്ളേരുടെ ആലോചനകൾ നമുക്ക് വരുന്നുണ്ട്. കൂടുതലും ആൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഭയങ്കര ഒരു നിർബന്ധം പോലെ, എനിക്ക് ഇന്ന പെണ്ണിനെ കിട്ടണം, ഇന്ന കളറുള്ള പെണ്ണിനെ, ഇന്ന പോലത്തെ സ്വഭാവം, ഇന്ന മാതാപിതാക്കളായിരിക്കണം, പെങ്ങൾക്ക് ഞാൻ ഇത്ര കൊടുത്തു, എൻ്റെ മക്കൾക്ക് ഞാൻ ഇത്ര കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അവരെന്താ എന്നോട് പറയുന്നത്? എനിക്കും ഇത്രയും സ്ത്രീധനം വേണം, അങ്ങനെയുള്ളൊരു കാഴ്ച ഉള്ള ഒരു വീട്ടിൽ നിന്ന് എനിക്ക് ആലോചന കൊണ്ടുവരാവൂ സിങ്കു എന്നാണ് എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നത്. എനിക്കത് കേൾക്കുമ്പോൾ അത് ശരിയല്ലെന്ന് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി. ഞാൻ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ത്രീയാണ്. മാക്സിമം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ നോക്കും. പിന്നെ എനിക്ക് ആരുടെ മുമ്പിൽ തലകുലിഞ്ഞ് നിൽക്കത്തൊന്നുമില്ല. എനിക്ക് പൈസ നിങ്ങളുടെ അടുത്ത് ഞാൻ എന്തുകൊണ്ടാണ് മറ്റാളുകളെ പോലെ ഞാൻ പൈസ കൂടുതൽ പറഞ്ഞാലും എനിക്ക് ആളുകൾ തരും. എനിക്ക് വേണ്ട. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ കാശ് എന്ന് പറഞ്ഞുവിടാനുള്ള രീതിയിലുള്ള പരിപാടിയാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ വെറും നിസാര കാശനാണ് ഇത് ചെയ്യുന്നത്. അപ്പം നിങ്ങളോട്ട് എനിക്ക് അങ്ങനത്തെ കമ്മിറ്റ്മെൻറ്റിനൊന്നും ഞാൻ തയ്യാറല്ല. എനിക്ക് പറയാനുള്ളത്, എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ഈ കല്യാണം നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ ഒരു ഈഗോ വർക്ക് ചെയ്യിക്കരുത്. നിങ്ങളൊന്ന് നമ്മൾ കണ്ടല്ലോ, എൻ്റെ ഭൂമി, എൻ്റെ വീട്, എൻ്റെ മാത്രം എന്ന് പറഞ്ഞതെല്ലാം ഒഴുകിപ്പോയത് കണ്ടില്ലേ? നമ്മുടെ മക്കൾ കുറച്ച് നാളെങ്കിലും ഈ ഭൂമിയിൽ എപ്പോൾ നമ്മൾ ഇവിടുന്ന് എവിടെയും പ്രകൃതി ദുരന്തങ്ങളും അല്ലാത്ത ദുരന്തവും ഒക്കെ സംഭവിക്കാം. നമ്മളെല്ലാം ഒന്ന് ഹൃദയവിശാലത കാണിക്കൂ. സ്വത്തിനും പണത്തിനും ഒന്നും വേണ്ടി ഇതിനും മാത്രം ആക്രാന്തപ്പെടേണ്ട. പദവി, വലിയ കുടുംബം, സ്റ്റാറ്റസ്, ഇങ്ങനെയൊക്കെ ഓവറായിട്ട് ചിലർ ആഗ്രഹിക്കുന്നു. നല്ലൊരു വിദ്യാഭ്യാസമുള്ള നല്ലൊരു കുടുംബത്തിലൊരു പെണ്ണിനെ അല്ല 90% പേരും ചോദിക്കുന്നത്, എൻ്റെ മകൾക്ക് ഞാൻ ഇത്ര കൊടുത്തു. സിംഗം ഒന്ന് നോക്ക് കേട്ടോ, അത്ര എങ്ങനത്തെയാണെന്ന് നോക്കും. നമ്മൾ അത്ര അങ്ങോട്ട് താഴത്തോട്ട് പോകാൻ പാടില്ല, അത്ര മേലോട്ട് പോകാൻ പറ്റും. അതായത് ആ ചെറുക്കനല്ല അഭിപ്രായം, മാതാപിതാക്കൾക്കാണ് ഭയങ്കരമായിട്ട് അഭിപ്രായം. ഇന്ന സ്ഥലത്ത് നിന്ന് തന്നെ വേണമെന്ന് നിർബന്ധം. അതുകൊണ്ട് കല്യാണം നടക്കുന്നില്ല, നീണ്ടു പോവുകയാണ്. നിങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാടുമായിട്ട് പഴയ പോലെ പെണ്ണിൻ്റെ വീട്ടുകാരും നിങ്ങളുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കത്തൊന്നുമില്ല. ഇപ്പം പെണ്ണിൻ്റെ വീട്ടുകാർ നിങ്ങൾ അങ്ങോട്ട് സ്ത്രീധനം കൊടുത്ത് പെണ്ണിനെ കെട്ടേണ്ട ഗതികേടിലേക്ക് നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു ഫാക്റ്റ് യഥാർത്ഥമായിട്ട് ഇതിനകത്ത് പറയുക. നിങ്ങൾ എന്നെ കണ്ടാലും കൊള്ളാം, കണ്ടില്ലേലും കൊള്ളാം. ഞാനിപ്പോൾ ഇത് നടത്താൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്.
എനിക്കിപ്പോൾ ഞാൻ എൻ്റെ മകൾക്ക് ഇളയവൾക്കൊരു കല്യാണം ആലോചിച്ചു, മൂത്തവൾക്ക് കല്യാണം ആലോചിച്ചു. എനിക്ക് വിദ്യാഭ്യാസമുള്ള ചെറുക്കനാണ് നോക്കി, ജോലി എടുത്ത് എൻ്റെ മക്കളെ പോറ്റുമെന്ന് മാത്രം നോക്കിയിട്ടില്ല. സത്യമായിട്ട് ഞാൻ ചെറുക്കൻ്റെ വീട് അവൻ്റെ സമ്പത്തോ ഒന്നും നോക്കിയിട്ടില്ല. ഈ സമ്പത്തിലൊന്നും വലിയ കാര്യം എൻ്റെ അടുത്ത് എനിക്കൊന്നുമില്ല. എല്ലാ സാമ്പത്തികമുള്ള വീട്ടിൽ ചില പെമ്പിള്ളാർ കയറി ചെന്നിട്ട് കണ്ണീരും കയ്യുമാണ്. കാരണം സ്നേഹിക്കാത്തവൻ്റെ കൂടെ എന്ത് സമ്പത്തുണ്ടായിട്ടെന്താ? ഞാനതാ മനസ്സിലാക്കുന്നത്. ശരിയാണല്ലോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെ സ്നേഹിക്കാത്ത, നമ്മളെ കെയറിയാത്ത, നമുക്കൊരു വലിയ സ്ഥാനവും ജീവിതത്തിൽ തരാത്ത ഒരുത്തൻ്റെ ഭാര്യയായിട്ട് അവൻ്റെ BMW കാറിലെ, ഓടി കാറിലെ എല്ലാം ഉണ്ട്, നല്ല 4 നില വീടുണ്ട്, 16 സ്ഥലത്ത് സ്ഥലമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മളെ സ്നേഹിക്കുന്ന, വിദ്യാഭ്യാസത്തോടെ നമുക്ക് വേലയെടുത്ത് തരുന്ന ഒരു പങ്കാളിനെ മാത്രവും നിങ്ങൾ നോക്കാവുള്ളൂ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ന് ഇത് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ മരുമകളായിട്ട് വരുന്നത് നമ്മുടെ മകൻ കല്യാണം ചെയ്യുന്ന ഭാര്യ നമ്മുടെ മകനെ സ്നേഹിക്കുകയും അവനുമായിട്ട് ചേർന്ന് പോകുന്നൊരു പെണ്ണായിരിക്കണം. നമ്മുടെ മരുമകൾ എന്ന് പറയുന്ന സങ്കല്പം നിങ്ങൾ മാറ്റിയിട്ട് മകന് വേണ്ട ഒരു പെണ്ണിനെ വേണമെന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ വന്നെങ്കിൽ മാത്രമേ കല്യാണങ്ങൾ നടക്കത്തുള്ളൂ. മോനോട് പറയുക, മോനെ നിനക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ നോക്കിക്കോ, സ്വത്തും സ്ത്രീധനവും ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾക്കൊരു മഹാലക്ഷ്മിയെ പോലെ ഒരു പെണ്ണിനെ ഇവിടെ വേണം, ഞങ്ങളുടെ വീട്ടിൽ രാജകുമാരിയെ പോലെ ഒക്കെ ജീവിക്കാം, നിങ്ങൾ നല്ലൊരു പെൺകുട്ടിയെ ഞങ്ങൾക്ക് തരൂ എന്ന് പറയുന്ന ഒരു അമ്മയായി നിങ്ങളെല്ലാം മാറും. എങ്കിലേ നമ്മുടെ സമൂഹത്തിൽ കല്യാണം നടക്കത്തുള്ളൂ. എന്നിട്ട് അവരെ ജീവിക്കാൻ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ നിങ്ങളെ അവരെ അനുവദിക്കൂ. നിങ്ങൾ എല്ലായിടത്തും അവരെ ചെന്ന് കൈവെക്കാൻ നോക്കിയാൽ പെൺപിള്ളേർ എല്ലാവരും വിദ്യാസമ്പന്നരാണ്. വിദ്യാഭ്യാസവും നല്ല ജോലിയുള്ള പെൺപിള്ളേരും നിറയെ വിദ്യാഭ്യാസമുള്ള എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന പെൺകുട്ടികളെല്ലാം നല്ല സുന്ദരികളും സ്മാർട്ടും വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അത്ര സേഫായിട്ടുള്ള സ്ഥലത്ത് വേണം ഞാൻ കൊണ്ട് എത്തിക്കാൻ. അവരതാണ് പറയുന്നത്, ആൻറ്റി ഞങ്ങളുടെ സ്ത്രീധനവും പണവും ചോദിച്ചു വരുന്നവരാകല്ലേ, ഞങ്ങളെ അടുക്കള പണിക്കാരിയായിട്ട് ചിത്രീകരിക്കാവുന്നവരാകരുത്, ഇങ്ങനെയൊക്കെയുള്ള നല്ല ബന്ധം കിട്ടുവാണെങ്കിൽ മാത്രമേ ഞങ്ങളൊന്നുകൊണ്ട് എത്രയോ പെമ്പിള്ളാരുണ്ടെന്നറിയാവാ അവർ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഉള്ളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കണം. ഞാൻ അവരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്, മക്കളെ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ്. എന്ന് വെച്ച് നിങ്ങൾ ഞങ്ങളിന്ന് വരെ വളർത്തിക്കൊണ്ട് അവിടെ പഠിപ്പിച്ച് വളർത്തി, അതൊന്നും മക്കളോട് പറഞ്ഞിട്ട് കാര്യമില്ല ചക്കരകളെ, ഞാനും വളർത്തിക്കൊണ്ട് വരുമല്ലേ. നമ്മുടെ മക്കളെ വളർത്തി നമ്മൾക്ക് ഇന്ന സ്വപ്നങ്ങളുടെ മക്കളെ വെച്ച് ഇനി ഒരു സ്വപ്നവും കാണണ്ട. ആ കാലഘട്ടമൊക്കെ പോയി, അത് നമ്മുടെ ജനറേഷനോട് തീർന്നു സഹോദരങ്ങളെ. ഇപ്പോഴത്തെ ജനറേഷൻ വേറെ ചിന്താഗതികളാണ്. അതെനിക്ക് പറയണമെന്ന് ഓർത്ത് ഒത്തിരി ചിലർ ഞങ്ങൾ ഇന്ന തറവാട്ടുകാരാണ്, ഞങ്ങൾ പാലക്കാട്, പാലക്കാട് ഇങ്ങനെ കോട്ടയത്ത് ഞങ്ങൾ വന്നിരിക്കുന്നു, കോഴിക്കോട് ഞങ്ങൾ വന്നിരിക്കുന്നു, ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഞങ്ങളുടെ സഹോദരങ്ങൾ താമസിക്കുന്നു, അവരെല്ലാം വലിയ വലിയ റിച്ചായിട്ട് താമസിക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം ഞാൻ ബോബനെ കല്യാണം കഴിച്ച് ബോബൻ്റെ കീശയിലും ബാങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ബോബൻ്റെ സഹോദരങ്ങൾക്കോ അമ്മയ്ക്കോ അച്ഛനോ ഉണ്ടിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ബോബൻ്റെ തന്നെ ഉണ്ടായിരിക്കണമല്ല, ബോബൻ്റെ അച്ഛനമ്മയ്ക്ക് ഉണ്ടായിട്ട് എനിക്കെന്താ ഫലം? അത് എല്ലാ പെണ്ണുങ്ങളും ചിന്തിക്കത്തുള്ളൂ, അങ്ങോട്ട് വരുന്ന പെണ്ണുങ്ങൾ. മനസ്സിലായേ? അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം ഈ സ്ത്രീധനത്തിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ കണക്ക് പറഞ്ഞു, അപ്പോൾ അവരും ചോദിക്കുകയാണ് തിരിച്ച് എത്ര കിട്ടും എന്താണ്. പരസ്യമായി സ്ത്രീധനം പറഞ്ഞില്ല, ഇത് പറയാതെ പറയുന്നു ഒരുപാട് പേര്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ ചോദിച്ചില്ല ചെറുക്കൻ്റെ വീട്ടിൽ എന്തുണ്ട്, ചെറുക്കൻ്റെ പേരിൽ എന്തുണ്ട് എന്ന് പെണ്ണും അങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്യും? കല്യാണമേ നടക്കത്തില്ല അല്ലേ? അപ്പം എനിക്ക് പറയാനുള്ളത്, കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ മനോഭാവത്തിൽ നിന്ന് മാറുക. പെണ്ണും ചെറുക്കനും തമ്മിൽ പൊരുത്തപ്പെടുക എന്ന് മാത്രം നോക്കുക. സ്ത്രീധനം ചോദിച്ചുകൊണ്ട് വന്നാൽ കല്യാണം ഇല്ല. എല്ലാ പെണ്ണുങ്ങളുടെ മാതാപിതാക്കളും എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് സ്ത്രീധനം ചോദിച്ചുകൊണ്ട് വരുന്ന ബന്ധം വേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു വഴിക്ക് പോകണം, ഈ വണ്ടി ഒരു വഴിക്ക് ഓടണം. എങ്കിൽ നിങ്ങൾ ആൺകുട്ടികളുടെ അമ്മമാരും അച്ഛന്മാരും ഇങ്ങനത്തെ ഒരു നമ്മുടെ സങ്കല്പത്തിൽ നിന്ന് ചേഞ്ച് ആകുന്നതാണ് നല്ലത്. അതായത് നമ്മുടെ മകൻ നമുക്കിഷ്ടമുള്ള പെണ്ണിനെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു പെണ്ണെ കെട്ടണമെന്നുള്ള മനോഭാവത്തിൽ നിന്ന് മാറിയില്ലെങ്കിൽ നിങ്ങളുടെ മകനെ കെട്ടാൻ പെണ്ണില്ല. അഥവാ കെട്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്യാരക്ടറാണ് വെച്ച് പുലർത്തുന്നതെങ്കിൽ അവർ 3 മാസത്തിനപ്പുറം ഡൈവേഴ്സ് ചെയ്ത് പോകും. ഉറപ്പായ കാര്യമാണ്. കാരണം ഒരൊറ്റ പെണ്ണും വിദ്യാഭ്യാസം ഇല്ലാത്തതില്ല, എല്ലാം നല്ല വിദ്യാഭ്യാസമുള്ള പെൺപിള്ളേരാണ്, സ്മാർട്ടായിട്ടുള്ള പെൺപിള്ളേരാണ്, അവർക്ക് സ്വന്തം കാലിൽ അവരൊക്കെ നിൽക്കുന്ന പെൺകുട്ടികളാണ്. അപ്പം നിങ്ങൾ ഈ തീരുമാനത്തിലൊരു ചേഞ്ച് വരുത്തുമെന്ന് ആൺകുട്ടികളുടെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്. കല്യാണം ആലോചിക്കുമ്പോൾ കൂടുതലും ആൺകുട്ടികളുടെ മാതാപിതാക്കൾ ഓരോരോ കാര്യങ്ങളാണ് ഇങ്ങോട്ട് പറയുന്നത്. അപ്പം തന്നെ ഞാനും ബോബനും കൂടെ ഞാൻ എഴുതി വെക്കുന്നുണ്ട് ഇത്ര. ഞാനപ്പോൾ ബോബൻ എൻ്റെ കരുതി ഇത് നടക്കുക എന്ന് ഞങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങനത്തെ ഞങ്ങൾ വലിയ കുടുംബ പാരമ്പര്യം, ആ കുടുംബ പാരമ്പര്യം ഒന്നും കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല.
നിങ്ങളുടെ മകൻ ഒരു പെണ്ണിനെ സ്നേഹത്തോടെ കെയർ ചെയ്ത് നോക്കി സംരക്ഷിക്കുമെങ്കിൽ മാത്രമേ ആ പെണ്ണ് നിങ്ങളുടെ കൂടെ കാണത്തുള്ളൂ. നിങ്ങളുടെ കുടുംബ പാരമ്പര്യം ഇന്ന് കുടുംബ പാരമ്പര്യമൊന്നും ആരും നോക്കത്തില്ല. വിദ്യാഭ്യാസത്തോട് നല്ല ബോധവും സ്വന്തം കര നിൽക്കുന്ന പിള്ളേർ ജാതി നോക്കുന്നില്ല, ജാതി നോക്കുന്നേ ഇല്ല. അവർ കുടുംബ മഹിമയും നോക്കുന്നില്ല. അവർക്ക് കൂടെ കൊണ്ടുനടക്കാൻ പറ്റിയ അവരുടെ ഒരു സുഹൃത്തായിട്ട് കൂടെ നിൽക്കുന്ന നല്ലൊരു കമ്പാനിയനെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങളുടെ വീട്ടിലുണ്ടോ? പെൺകുട്ടികൾ എൻ്റെ അടുത്തുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അടിമകളെയൊന്നും പണ്ടത്തറക്ക് വിലക്ക് മേടിക്കാനൊന്നും രക്ഷയില്ല. പിന്നെ സ്ത്രീധന മോഹികൾ എനിക്ക് വേണ്ട. ഇത് ഇങ്ങനത്തെ വ്യത്യസ്തമായൊരു മാരേജ് ബ്യൂറോയാണ് കേട്ടോ. നല്ല പെൺകുട്ടികളുണ്ട് ഇഷ്ടംപോലെ, നല്ല സുന്ദരികളായ നല്ല അടിപൊളി പെമ്പിളാർ, നല്ല ജോലിയൊക്കെ ചെയ്ത് സുഖമായിട്ട് അടിച്ചു പൊടിച്ച് ജീവിക്കുക. അവർക്ക് കമ്പാനി തന്നെയാണ് വേണ്ടത്. അപ്പം എന്ന് വെച്ചാൽ അവർ മാതാപിതാക്കളെ തള്ളിക്കളയുന്നവർ അങ്ങനെയൊന്നുമല്ല. അവരുടെ സ്ത്രീധനത്തിനും സ്വത്തിലും ഒന്നും കണ്ണു വെക്കാത്തവർ. ഇപ്പം തന്നെ കൊല്ലം, തിരുവനന്തപുരം ചില ആളുകൾ ഇതിനകത്ത് കമൻറ്റ് ഞാൻ എഴുതി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് കൊല്ലത്തോട്ട് പെണ്ണിനെ കൊടുത്താൽ പിന്നെ വീട്ടിലുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമെന്ന്. അവർക്ക് പിന്നെ നമ്മുടെ വീട്ടിൻ്റെ അടിത്തറ മാന്തലാണ് പരിപാടിയെന്ന് പറയുവാണ്. കൊല്ലം, തിരുവനന്തപുരത്തോട്ട് പെണ്ണ് കൊടുത്ത് നിങ്ങൾ ആ പ്രവണത ഇങ്ങനെ പറയിപ്പിക്കുന്നത് അവിടെ അങ്ങനെ ഒരു ആചാരം ഉള്ളത് കൊണ്ടാണ്. അതെല്ലാം മാറ്റിക്കൊള്ളുക. ശ്രീധരൻ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയുക. അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്തെന്നറിയാവാ, കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട എല്ലാവരും കൂടെ കൂട്ടി യോജിപ്പിക്കാന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് ചോദിച്ചാണ് മാരേജ് ബ്യൂറോ തുടങ്ങിയത്. ഇതിനകത്ത് വരുന്ന ഓരോ കാര്യം അക്കവും വള്ളിയും പുള്ളിയും വിടാതെ ഇതിനകത്ത് പറയും. അപ്പം ഞാൻ ഓർത്ത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഇത് ആ ഭാഗം എല്ലാം കൂടെ ഒരുമിച്ച് യോജിപ്പിക്കാന്ന് ഓർത്ത്. ഇങ്ങോട്ട് ആലപ്പുഴ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാം വേറെ അല്ലേ ആവേ? എന്തോ പറയാം, തിരുവിതാംകൂർ വേറെ, മറ്റേ ഈ വിഭാഗത്തിന് എന്തോ പറയുന്നത്, മലബാറും ഒക്കെ വേറെ വേറെ ആക്കാന്ന് പറഞ്ഞു. പിന്നെ മുസ്ലിംസ് ആയിട്ടുള്ള നല്ല നല്ല ആലോചനകൾ വരുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിം സഹോദരിമാരെ ഇഷ്ടംപോലെ കല്യാണക്കാരുണ്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. നല്ല പെൺകുട്ടികളെ ആൺകുട്ടികളെ കൊണ്ടുവന്നു. ഇവിടെ ഗൾഫിൽ തന്നെ ജോലിയുള്ള ഇഷ്ടംപോലെ പേരുണ്ട്, നല്ല ആൾക്കാരൊക്കെ. അതുകൊണ്ട് നല്ല ആലോചന ഞാൻ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യൻസ് നല്ല ആലോചനകൾ, ഗൾഫിലൊക്കെ ജോലിയുള്ള ഇഷ്ടംപോലെ ആൺകുട്ടികൾ, നല്ല ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അതുപോലെ ഹിന്ദുസ്, നായർ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഏജ്ഡ് ആയിട്ടുള്ളവരും ധൈര്യമായിട്ട് കല്യാണം ആലോചിച്ചു. പിന്നെ ചില 45, 46 വയസ്സ്, 47 വയസ്സുള്ളവർക്ക് ഇച്ചിരി ഏജായിട്ടുള്ളവരാണേലും, അതായത് സെക്കൻഡ് മാരേജ് ആണേലും, ഒരു കല്യാണം ചെയ്ത് ഏതെങ്കിലും കാരണവശാലും തെറ്റിപ്പിരിഞ്ഞു ഡൈവേഴ്സായി പോയി, സെക്കൻഡ് മാരേജ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ ഫസ്റ്റ് മാരേജ് ആമ്പിള്ളേരുണ്ട് കെട്ടാൻ. 10, 45, 50 വയസ്സിന് താഴെയുള്ള നല്ല എന്തൊക്കെ സാഹചര്യം കല്യാണം കഴിക്കാതെ പോയി. അപ്പോൾ അതൊക്കെ അങ്ങനത്തെയൊക്കെ ബന്ധങ്ങളുണ്ട്. പിന്നെ 10, 50 വയസ്സുള്ള 2 കുട്ടികളൊക്കെ ആയിട്ട് നിൽക്കുന്ന വിധവകളായിട്ടുള്ള സ്ത്രീകളുണ്ട്, നല്ല സുന്ദരികളായ സ്ത്രീകൾ. അപ്പോൾ അതിന് പറ്റിയ അനുയോജ്യമായിട്ടുള്ള ബന്ധങ്ങളുണ്ടെങ്കിലും ഞാൻ നോക്കാം. പിന്നെ ഈ വിദ്യാഭ്യാസമുള്ളവരുടെ കാര്യം എനിക്ക് പറയാനുള്ളത്, വിദ്യാഭ്യാസവും ചെറിയ പെൺപിള്ളേർ 10, 28, 30 വയസ്സിൽ 32 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെല്ലാം സ്വന്തം കാലം ഒരുതം നിൽക്കുന്ന ജോലിയൊക്കെ ഗൾഫിൽ തന്നെ, ഇവിടെ തന്നെ ജോലിയുള്ള ഒത്തിരി പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. പിന്നെ പുറം രാജ്യങ്ങളിൽ യൂറോപ്പിലൊക്കെ ജോലിയുള്ള ആൺകുട്ടികൾ, UK നേഴ്സുമാർ അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് UK തന്നെ ജോലിയുള്ള നല്ല ജോലിയുള്ള ആൺകുട്ടികളുണ്ടെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിലും നമ്മുടെ അടുത്ത് മാച്ചുണ്ട്. അപ്പോൾ നിങ്ങൾ വന്നാൽ ഞാനത് സെറ്റാക്കി തരാൻ തയ്യാറാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ പറഞ്ഞ സ്ത്രീധനം ചോദിക്കുകയല്ല ഇപ്പം വേണ്ടത്. മാതാപിതാക്കളെ നമ്മൾ ചിന്തിച്ചോളുക. ഇപ്പോൾ ഒരു പെണ്ണ് സ്ത്രീധനമായിട്ട് വന്നാലും നമുക്കെന്ത് നേട്ടം? ഇതുങ്ങളുടെ വല്ല എന്തെടുത്തെന്ന് പറയുന്നത് നിങ്ങൾ, പിന്നെ നമ്മൾ 1 പവൻ അവരുടെ സ്വർണ്ണം നമ്മൾ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 5 പവൻ 10 പവൻ കൈവച്ചെന്ന് പറയും. എന്തിന്? അവർക്കുണ്ടേ അവർക്ക് കൊള്ളാം. അങ്ങനത്തെ ഒരു മനോഭാവത്തിൽ നിങ്ങൾ നിൽക്കുക. നമ്മൾ മാതാപിതാക്കൾക്ക് അതേ രക്ഷയുള്ളൂ. അല്ലാതെ നമ്മൾ സ്ത്രീധനം ചോദിച്ചൊന്നൊരു ചീത്തപ്പേരൊന്നും ഉണ്ടാക്കരുത്. അവരുടെ ജീവിതമാണിത്, നമ്മൾ വിട്ടുകൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഇതാണ് എനിക്ക് ഇന്ന് പറയാനുള്ള കാര്യം. അതുപോലെ എൻ്റെ സഹോദരങ്ങളെ, എന്നോട് പിണക്കമൊന്നും തോന്നരുത്, ദേഷ്യം തോന്നരുത്. പിന്നെ എനിക്ക് നിങ്ങളൊരു ബയോഡാറ്റ തരുമ്പോൾ നിങ്ങളോടൊന്ന് സംസാരിക്കുമ്പോൾ, എനിക്ക് ഏകദേശം ബുദ്ധിയുള്ള സ്ത്രീയാണ് ഞാൻ, എനിക്ക് മനസ്സിലാകും നിങ്ങൾ എങ്ങനത്തെ ക്യാരക്ടറാണെന്ന്, എങ്ങനെയാണെന്ന് തോന്നുന്നു. ചില ആലോചന വരുമ്പോൾ ഞങ്ങൾ പരസ്പരം നോക്കുകയാണ്, ദൈവമേ ഇവിടെ ഇട്ടൊരു പെണ്ണിനെ വിട്ടാൽ പോവും. അവരുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ദൈവമേ ഇവിടെ ഇട്ടൊരു പെണ്ണിനെ വിട്ടാൽ ആ പെണ്ണ് അവിടെ ജീവിക്കുമോ, ശരിയാകുമോ എന്ന് നമ്മൾ ഓർത്തു പോകുന്ന പോലത്തെ. അപ്പം ഞങ്ങളത് അവോയ്ഡ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. കാരണം അങ്ങനത്തെ ഉള്ളിടത്തോട്ടൊക്കെ എനിക്ക് ബന്ധങ്ങൾ കൊടുക്കാൻ പേടി. പിന്നെ എനിക്കൊരു വിഷമവും വരില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിത് യാതൊരു ഉത്തരവാദിത്തമില്ല. എങ്കിലും ഒരു ടെസ്റ്റ് ഉണ്ട് എൻ്റെ, അത് കഴിഞ്ഞ് അതിട്ട് ഞാൻ കൊടുക്കത്തുള്ളൊരു ആലോചന. കാരണം നമ്മൾക്ക്
അറിഞ്ഞുകൊണ്ടൊരു തീടാത്തോട്ട് കൊണ്ടൊരു ശലഭത്തിന് ഇട്ട് കൊടുക്കരുതല്ലോ എന്ന് പറഞ്ഞ കണക്ക് തന്നെ ഞാൻ പെരുമാറത്തുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എന്നോടൊന്നും തോന്നരുത്. അത് ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളോട് എല്ലാവരോടും, എന്നെ സമീപിച്ചിരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ ഉത്തരവാദിത്വം കാണിച്ചിരിക്കും, സത്യസന്ധത കാണിച്ചിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നൊരു നല്ല ശുഭ ദിനം ആശംസിക്കുന്നു. ഞാനങ്ങനെ എൻ്റെ ബിസിനസ്സുമായി മനോഹരമായി മുന്നോട്ട് പോകുന്നു. എൻ്റെ റിയൽ എസ്റ്റേറ്റും എൻ്റെ മാരേജ് ബ്യൂറോയും എൻ്റെ യൂട്യൂബും നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങളുടെ സിംഗിൾ ഭവൻ 99,500 കഴിഞ്ഞിരിക്കുന്നു. ഏതാനും മണിക്കൂറുകൾ നിങ്ങളൊന്ന് ആഞ്ഞു വരെ ശ്രമിച്ചാൽ, ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു സ്നേഹത്തോടെ എന്നെ ഒന്ന് ചെയ്തു. നിമിഷങ്ങൾക്കൊക്കെ ഞാൻ 1,00,000 കവിയും. എല്ലാവരുടെ സ്നേഹ ബഹുമാന അംഗീകാരങ്ങളെ ഇഷ്ടം. അപ്പം ഈ പറഞ്ഞ കണക്ക് തന്നെ നമ്മുടെ മക്കൾ കല്യാണപ്രായം കഴിഞ്ഞവർ പോലും അവരൊരുപാട് ഈഗോ പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് കല്യാണം നടക്കുന്നില്ല. അപ്പം നിങ്ങളെല്ലാവരും മനസ്സ് വിചാരിച്ചില്ല കല്യാണം നടക്കത്തുള്ളൂ കേട്ടോ. എനിക്കിപ്പം നിങ്ങളുടെ പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആട്ടെന്നും പറഞ്ഞുകൊണ്ട് വരുന്നതെല്ലാം അങ്ങനത്തെ ഒരു പറ്റിക്കൽ കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഒരു 3 മാസം കൊണ്ട് എനിക്കൊരു കല്യാണം, ഒരു 3 മാസമായിട്ടും എനിക്ക് ഒരു ആലോചന പോലും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അവരുടെ പൈസ തിരിച്ചു കൊടുത്തേക്കും. അല്ലേ ബാബ? അതല്ലേ നല്ലത്? എനിക്ക് വേണ്ട, അങ്ങനത്തെ പൈസയൊന്നും എനിക്ക് ഉതകത്തില്ല. സത്യം വിട്ട് ഒരു പരിപാടിയും ഞാൻ ചെയ്യത്തില്ല. എനിക്ക് വേണ്ട. ഞാനത് പൂർണ്ണമായിട്ട് എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയൊരു സ്ത്രീയെ, സത്യമുള്ള ഒരു മുതൽ പൈസ മാത്രം നമുക്ക് ഉതകത്തുള്ളൂ. അതുകൊണ്ട് അത് പണിയെടുത്താൽ കാശ് മേടിക്കും, അത് വേറെ കാര്യം. ഇപ്പം എൻ്റെ കല്യാണം നടക്കുന്ന സെറ്റിങ്ങിലേക്ക് വന്നാൽ ഞാൻ പറയും എനിക്ക് ഇന്നത് വേണമെന്ന് പറയും. അത് അങ്ങനത്തെ ആളുകളാണ് എൻ്റെ അടുത്ത് വരുന്നതും. എനിക്കത് സന്തോഷത്തോടെ തരുമെന്നും എനിക്കറിയാം. അങ്ങനത്തെ ഒരു സെറ്റ് അപ്പം ഞാൻ ചെയ്ത് കൊടുക്കത്തുള്ളൂ. ഓക്കെ, സന്തോഷം കേട്ടാ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലൊരു മാച്ചിനെ ഞാൻ കൊണ്ടുതരുന്നതായിരിക്കും. ഇപ്പം പറയും എന്തിനാ സിംഗു ഇത് ആ ചാനലിൽ പറഞ്ഞാൽ പോരെയെന്ന്. ഈ ചാനലുള്ളവരാണ് ആ ചാനലിൽ വരുന്നതെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി കേട്ടാ. അതുകൊണ്ട് എല്ലാവരോടും നല്ല സന്തോഷത്തോടെ ഇരിക്കുക, ദൈവവിശ്വാസത്തോടെ ഇരിക്കുക. പിന്നെ ഞാൻ ആ നെഗറ്റീവ് ന്യൂസിലേക്കൊന്നും പോകുന്നില്ല. എനിക്ക് പിന്നെ അതൊന്ന് ഇച്ചിരി പറയാം. ഞാൻ ആ പട്ടാളക്കാരൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരുമ്പം ഓരോരോ മൃതദേഹങ്ങളൊക്കെ എടുത്തിട്ട് വരുമ്പോൾ ശരീരഭാഗങ്ങളില്ല, അത് കാണുമ്പോൾ നമ്മുടെ ലക്കില്ല. കാണുമ്പോൾ ഞാനത് ന്യൂസ് കാണുന്നേ ഇല്ല. അതുകൊണ്ടാണ് എനിക്കിതിൽ സംസാരിക്കാൻ വരുന്നത്. ന്യൂസ് കണ്ടാൽ നമ്മുടെ എനിക്ക് ഓരോരുത്തർ അയച്ചു തരുന്നുണ്ട്. അത് എന്തിനാ അങ്ങനത്തെ മാരകമായ കാര്യം അയച്ചു തരുന്നതെന്ന് എനിക്കറിയാം. നമ്മുടെ മനസ്സ് തകർന്നു. അതൊന്നും കാണാനുള്ള ശേഷിയേ ഇല്ല. ഞാൻ അങ്ങനത്തെ ന്യൂസ് വെക്കുന്നേയില്ല ചക്കരല്ല, കാണാൻ ശക്തിയില്ല. എന്തെങ്കിലും ദൈവം നമ്മുടെ ജീവനെടുക്കാൻ എടുത്തോണ്ട് പോട്ടെ, നമ്മൾ നിന്നു കൊടുക്കാൻ തയ്യാറ്. പക്ഷെ ഇങ്ങനെ ഇതൊന്നും കാണാനുള്ള ശക്തിയില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യം. ആ പട്ടാളക്കാർ പിന്നെ ആ സന്നദ്ധ സംഘടനയിൽ വന്ന് ഓരോരുത്തരും ആ സേവനം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത് കാണുമ്പം ആ മനുഷ്യർക്ക് ഉണ്ടാകുന്ന മനോശക്തി കൊടുക്കണേന്ന് അതൊക്കെ കണ്ട് ഭയങ്കര പാടല്ലേ എൻ്റെ ചക്കരകളെ. നമുക്കൊരു ചോര കണ്ടാൽ പോലും വിറയ്ക്കുന്ന നമുക്ക് എങ്ങനെ പറ്റും മൃതദേഹങ്ങൾ ഇങ്ങനെ പൊക്കി എടുക്കുന്നത്? അത് ഭയങ്കരമായിട്ട് ഷോക്ക്ഡായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ചൊന്നും വീഡിയോ ചെയ്യാത്ത പറയാത്ത. ഇപ്പം എനിക്ക് പോസിറ്റീവായിട്ട് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റുന്ന അത് കാണാത്തതുകൊണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ എന്നെയൊന്നും കൊള്ളത്തില്ല. ഒന്നും ചിന്തിക്കാൻ കൂടെ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളെല്ലാം അങ്ങനത്തെ ചാനലും വാർത്തകളും കാണലും. ഏതായാലും അത് സംഭവിച്ച് ആരും മനഃപൂർവ്വമൊന്നും അല്ലല്ലോ. ഇത് ഇങ്ങനെയാണ് പ്രകൃതി. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മുല്ലപ്പെരിയാറിന്, ദൈവമേ ഇനി മഴയൊക്കെ തീരുമ്പോൾ മുല്ലപ്പെരിയാർ വേറെ അണക്കെട്ട് കെട്ടി ഇത് ഫ്രീ ആക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമേ ആരെങ്കിലും അത് അല്ലെങ്കിൽ നമ്മൾ വൻ ദുരന്തത്തിലേക്ക് ഇനി പോകരുതേ എന്ന്. നമ്മുടെ നാട് കേരളം പോലും ഇല്ലാതായി പോകും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂരപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക എത്രയും പെട്ടെന്ന് തമിഴ്നാടും കേരളവും കൂടെ സെറ്റായി നിന്നുകൊണ്ട് പുതിയ ഡാം പണിയണമെന്നും നമ്മൾ ഏറ്റവും വേഗം സുരക്ഷിതരാകണമെന്നുമില്ല. നമ്മുടെ ജനങ്ങൾക്കെല്ലാം ഒരു ആപത്തും വരുത്തല്ലേ, നമ്മുടെ നാടിന് ഒരു നാശവും വരുത്തല്ലേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുക. അത്രയേ ഉള്ളൂ ചക്കരകൾ. നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഓക്കെ, ടാറ്റാ ബൈ ബൈ. അടുത്ത ചാനലിലേക്ക് പോവുകയാണ് ഞാൻ.